എല്ലാവർക്കും നമസ്കാരം. ഗുഡ് വിൽ പാചകത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. നമ്മളിന്ന് പാകം ചെയ്യാൻ പോകുന്നത് ഞണ്ട് പാൽക്കറിയാണ്. കേരള സ്റ്റൈലിൽ തനി നാടൻ രീതിയിൽ എങ്ങനെ നമുക്ക് ഞണ്ട് പാൽക്കറി തയ്യാറാക്കാമെന്ന് നോക്കാം. നമ്മുടെ ഞണ്ട് പാൽക്കറി തയ്യാറാക്കുന്നതിനായി നമ്മൾ ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട്. നമ്മുടെ മൺചട്ടി ചൂടായി, അതിലേക്ക് നമുക്ക് അല്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്കതിലേക്ക് അല്പം ഉലുവ ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഉലുവ മൂത്ത് വന്നിട്ടുണ്ട്, അതിലേക്ക് നമ്മളൊരു 2 കഷ്ണം ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം ഒരു 3 ടീസ്പൂൺ വെളുത്തുള്ളി കൂടെ ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ നമുക്കൊരു 5 പച്ചമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കാം. നമ്മൾ ചതച്ചെടുത്ത നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഏകദേശം എണ്ണയിൽ മൂത്ത് വരുന്നുണ്ട്. നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് അല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം നമ്മളൊരു 150 ഗ്രാം ചെറിയുള്ളി ചതച്ചെടുത്തിട്ടുണ്ട്, അതുകൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളി പെട്ടെന്നൊന്ന് വെന്ത് വരുന്നതിന് വേണ്ടി അതിലേക്ക് നമുക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് പെരിഞ്ജീരകം ഒരു 2 ടീസ്പൂണാണ് നമ്മൾ ചേർക്കുന്നത്. അതോടൊപ്പം നമുക്ക് ഒരു 2 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ ചെറിയുള്ളി മസാലയോട് ചേർന്ന് എല്ലാം നന്നായിട്ടൊന്ന് ഒതുങ്ങി വന്നിട്ടുണ്ട്, നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തക്കാളി ചേർത്ത് കൊടുക്കാം. നമ്മുടെ ചേരുവകളെല്ലാം നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഞണ്ട് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഞണ്ടിൻ്റെ കാൽഭാഗം ഒക്കെ നമ്മളൊന്ന് പൊട്ടിച്ചാണ് എടുത്തിട്ടിരിക്കുന്നത്. ഉള്ളിൽ മസാല കയറി ഉള്ളിലെ ഇറച്ചികൾ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. നമുക്കൊരു 2 മിനിറ്റ് നമ്മുടെ ചട്ടി ഒന്ന് മൂടി വയ്ക്കാം. നമ്മുടെ ഞണ്ടിലെ ജലാംശം മസാലയിലേക്കൊന്ന് ചേരുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു 2 മിനിറ്റ് മൂടി വയ്ക്കാം. നമ്മുടെ ചട്ടിയും തുറന്നു നോക്കാം. ഞണ്ടിൻ്റെ ജലാംശം എല്ലാം വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ 2ാം പാല് ചേർത്ത് നമ്മുടെ ഞണ്ട് വേവിച്ച് വെക്കാം. നമ്മൾ 2 തേങ്ങയുടെ പാലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഏകദേശം നമുക്കൊരു 1.5 ലിറ്ററോളം 2ാം പാല് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അല്പം ഉപ്പും കുരുമുളകും കൂടെ ചേർത്തിട്ട് നമ്മുടെ ഞണ്ടെന്ന് നന്നായിട്ട് വേവാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്ന് മൂടി വയ്ക്കാം. നമ്മുടെ കുരുമുളകും ഉപ്പും നമ്മൾ അല്പം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് ഏകദേശം നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഞണ്ട് ഒന്ന് തുറന്നു നോക്കാം. നല്ല സ്മെല്ല് വരുന്നുണ്ട്. പുളി കുറവാണെന്ന് തോന്നുന്നു. നമ്മൾ തക്കാളിയാണ് നമ്മൾ കൂടുതലായിട്ട് ചേർത്തത്. പുളി അല്പം കുറവാണ്. നമുക്ക് അല്പം പുളിവെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 20 മിനിറ്റോളം
ഞണ്ട് വേവാനായിട്ട് നമുക്ക് വേണ്ടി വരും. ഒരു 15 മിനിറ്റ് ആകുന്നതേ ഉള്ളൂ. നമുക്കൊരു 5 മിനിറ്റ് കൂടി അടച്ചു വെച്ച് വേവിക്കാം. ഏകദേശം 20 മിനിറ്റ് ആയിട്ടുണ്ട്. ആഹാ, നല്ല മണവും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. നമ്മൾ പുളിവെള്ളം കൊടുത്തത് കാരണം നല്ല ഞണ്ട് കറിയുടെ സ്മെല്ല് വരുന്നുണ്ട്. നമ്മുടെ ഞണ്ട് ഏകദേശം വെന്തിട്ടുണ്ട്. 20 മിനിറ്റായി. ഇനി നമുക്ക് 1-ാം പാല് ചേർത്ത് നമുക്ക് ഇത് ഓഫ് ചെയ്യാം. നല്ല കുറുകിയ 1-ാം പാലാണ് നമ്മൾ ചേർത്തിരിക്കുന്നത്. നമുക്ക് തീ ഒരല്പം കുറയ്ക്കാം. ചെറുതീയിൽ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. തിള വരുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ ഞണ്ട് കറി ഓഫ് ചെയ്യാം. നമ്മുടെ ഞണ്ട് പാൽക്കറി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. തിളയ്ക്കുന്നതിന് മുമ്പ് നമുക്ക് ഓഫ് ചെയ്യാം. നമുക്കൊരു 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഞണ്ട് പാൽക്കറി റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്കിത് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. നമ്മുടെ ഇന്നത്തെ ഞണ്ട് പാൽക്കറി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങൾ തീർച്ചയായും വീടുകളിൽ ഇത് ട്രൈ ചെയ്യണം. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തണം. അടുത്ത വീഡിയോയിൽ പുതിയൊരു നാടൻ വിഭവവുമായി വീണ്ടും കാണാം.